ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മളിപ്പോൾ ഇന്നലത്തെ 10ാം തരം പ്രാഥമിക പരീക്ഷയുടെ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രാഥമിക പരീക്ഷയെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത കാലത്ത് നടക്കുന്ന PSC പരീക്ഷകളുടെ ഒരു വ്യക്തത നിങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും വരുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അല്ലെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ശ്രദ്ധിച്ചിട്ടും വലിയ മാറ്റങ്ങൾ വരുത്താനല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മളൊരു പരീക്ഷ ശരിക്കും പറഞ്ഞാൽ ചെറിയ ക്ലാസ് മുതൽ കോളേജ് തലത്തിലും അതുപോലെ മത്സര പരീക്ഷകളും ഒക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളൊക്കെ. പരീക്ഷ എന്തിന് നടത്തുന്നു? ഒരു സിലബസ് കൊടുക്കുക, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ ഇത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ആ കുട്ടി അത് പഠിച്ചു കഴിയുമ്പോൾ വാർഷിക പരീക്ഷയിൽ അതിൽ നിന്ന് ആ കുട്ടി എന്തൊക്കെ ആർജിച്ചു, എന്തൊക്കെ അറിവ് ലഭിച്ചു, അവൻ 2ാം ക്ലാസ്സിലെ പാഠങ്ങൾ പഠിക്കാൻ പ്രാപ്തനാണോ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പരീക്ഷയിൽ പരിശോധിക്കുക. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമ്മൾ തുടർ പഠനത്തിന് യോഗ്യരാണോ എന്ന് പരിശോധിക്കുക. മത്സര പരീക്ഷകളുടെ തലത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ ആ ജോലിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ അതിന് പ്രാപ്തിയുള്ളവരാണോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ 10ാം തലം പ്രാഥമിക പരീക്ഷയുടെ ധർമ്മം വരാൻ പോകുന്ന മെയിൻസ് എഴുതാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് പരീക്ഷിക്കുക. ഈ ഒരു കാര്യം മനസ്സിലാക്കി ഓരോരോ പരീക്ഷകൾക്കും അതിൻ്റെ ധർമ്മമുണ്ട്. അത് മനസ്സിലാക്കി ചോദ്യങ്ങൾ 100 എണ്ണം പ്രിപ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ടീം, അവർ പ്രിപ്പയർ ചെയ്ത ചോദ്യപേപ്പറാണ് കഴിഞ്ഞ ദിവസം കുട്ടികൾ അറ്റൻഡ് ചെയ്തത്. പ്രാഥമിക പരീക്ഷ എന്ന് പറയുമ്പോൾ മെയിൻസ് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നവരെ തയ്യാറെടുക്കുക. പക്ഷേ മെയിൻസ് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇതിനു മുന്നേ LGS പരീക്ഷയിലെ അവസാനഘട്ട പരീക്ഷയിൽ 100ൽ 10 ചോദ്യങ്ങളാണ് മാറ്റപ്പെട്ടത്. അതായത് 9 ചോദ്യങ്ങൾ ഒഴിവാക്കപ്പെട്ടു, ഒരു ചോദ്യം ഉത്തരം മാറി. 100 ചോദ്യങ്ങൾ പോലും വൃത്തിയായി തയ്യാറാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് PSCയുടെ ചോദ്യ പാനൽ മാറി. ഇതിനൊന്നുമെതിരെ അല്ല നമ്മൾ പ്രതികരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടുമിരിക്കുന്നു. എനിവേ, നമ്മളൊരു വീഡിയോ പറഞ്ഞു യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ, അതിപ്പോൾ ഏകദേശം തീരുമാനമായി. ഇപ്പോൾ PSC അതിൻ്റെ ചർച്ചയിലാണെന്നൊക്കെയാണ് കേട്ടത്. ഉദ്യോഗാർത്ഥികൾ പറയുന്നു PSC ഇങ്ങനൊരു വിവരം അറിഞ്ഞിട്ടേ ഇല്ല. എനിവേ, ഉടൻ തന്നെ അതിൻ്റെ തീരുമാനം നമുക്ക് അറിയാൻ പറ്റും. ഈ പ്രാഥമിക പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ വൈവിധ്യമുള്ള ചോദ്യങ്ങളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സിലബസിനോട് അല്പം പോലും താദാത്മ്യം പ്രാപിക്കാത്ത ഒരു ചോദ്യപേപ്പറായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. സിലബസ് നിങ്ങൾക്കറിയാം, 50 GK എന്ന് പറയുമ്പോൾ അതിനകത്ത് 5 ഹിസ്റ്ററി ചോദ്യം, 5 ജോഗ്രഫി ചോദ്യം, 5 ഭരണഘടന, അങ്ങനെ ഓരോ രീതിയിലേക്ക് മാറുന്നു. പക്ഷേ ഇവിടെ ചോദ്യങ്ങൾ വന്നപ്പോൾ ചോദ്യകർത്താവിൻ്റെ വായിൽ തോന്നിയതുപോലത്തെ ചോദ്യങ്ങൾ. എത്ര ഹിസ്റ്ററി വന്നെന്നോ, എത്ര ജോഗ്രഫി വന്നെന്നോ, എത്ര ഭരണഘടന വന്നതോ, സിലബസുമായിട്ട് ബന്ധമുണ്ടോ, ഇതൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലുള്ള ചോദ്യപേപ്പർ. എനിക്കങ്ങനെയാണ് അനുഭവപ്പെട്ടത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള 23 തസ്തികകളിലേക്കുള്ള കോമൺ എക്സാമാണ് നടന്നത്. സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ കുറേ തസ്തികയുടെ മെയിൻസ് എഴുതാൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നു. എനിവേ, ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് സെക്രട്ടേറിയറ്റിലും PSCയിലുമൊക്കെ ആയിട്ടുള്ള ഓഫീസ് അറ്റൻഡർ, പിന്നെ ഹയർ സെക്കൻഡറിയിലെ ലാബ് അറ്റൻഡൻറ്റ്, ഈ ഒരു 2 തസ്തികയ്ക്കാണ് കൂടുതൽ അപേക്ഷകരുള്ളത്. ചോദ്യപേപ്പറിൽ പൊതുവിജ്ഞാന ഭാഗത്ത് 25 എണ്ണം, മിനിമം 25 എണ്ണം പ്രസ്താവനാ ചോദ്യങ്ങളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രിലിംസിൻ്റെ ടൈമിനേക്കാൾ മെയിൻസിന് സമയം കൊടുക്കുന്നത് പ്രസ്താവനകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് 15 മിനിറ്റ് കുറവ് സമയദൈർഘ്യമുള്ള പരീക്ഷ, പക്ഷേ പ്രസ്താവനാ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതൽ. ഈ പ്രസ്താവനകൾക്കൊപ്പം കണക്കും കൂടി ചെയ്തു വരുമ്പോൾ ഒരു കാരണവശാലും ഉത്തരമെഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് സമയമനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവ്. കാരണം
ഈ 25 പ്രസ്താവനയും 20 കണക്കൂടെ ചേർക്കുമ്പോൾ തന്നെ പരീക്ഷയുടെ 50% ചോദ്യങ്ങൾ കവർ ചെയ്തു. 50% ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ തന്നെ നല്ലൊരു സമയം, ഏകദേശം 1 മണിക്കൂറോളം വേണ്ടി വരുന്ന, മിനിമം 50 മിനിറ്റെങ്കിലും വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യം പോയി. അതുകൊണ്ട് സമയക്കുറവ് ഇന്നലത്തെ പരീക്ഷയിൽ കുട്ടികളെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. പിന്നെ പരീക്ഷ എഴുതിയവർക്ക് സമയത്തിന് ഉത്തരം എഴുതാൻ പറ്റിയില്ല എങ്കിലും 68 റേഞ്ചിലുള്ള കട്ട് ഓഫ് പ്രതീക്ഷിക്കാമെന്നാണ് തൊഴിൽ വാർത്തയുടെ വിലയിരുത്തൽ. ശരിയാണ്, കുറേയേറെ നന്നായി പഠിച്ചവർ കാണാം, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽസ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർ എഴുതി കാണാം. അവരൊക്കെ കുറച്ചുകൂടെ വേഗത്തിൽ ഉത്തരം എഴുതി കാണും. PSC ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഉത്തരസൂചിക പൊതുവെ പിശകില്ലാത്തതാണെന്ന് പറയുന്നു. പക്ഷേ ഉത്തരസൂചികയിൽ പിശകുണ്ടെങ്കിലും പിശകില്ലെങ്കിലും ഫൈനൽ ആൻസർ കീ വരുമ്പോൾ കുറേയൊക്കെ ചലഞ്ചസിന് ശേഷം ഡിലീഷൻസ് വന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത്, സമീപകാലത്തുണ്ടായിരിക്കുന്ന ഉത്തരസൂചികയെ അപേക്ഷിച്ച് കാര്യമായി തെറ്റില്ലാത്ത ഒരു ഉത്തരസൂചികയാണിത്. ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പരിധി വിട്ടു, യാതൊരു കൺട്രോളും ഇല്ല. ഇന്ത്യ, ലോകം, കേരളം എങ്ങനെ ചരിത്രത്തിൽ, ലോകം സത്യത്തിൽ പ്രിലിംസിൻ്റെ സിലബസിലില്ല, LDCയുടെ സിലബസിലാണ്. ഇതിൽ നിന്നൊക്കെ ആയിട്ട് 25-ലേറെ ചോദ്യങ്ങളുണ്ട്. PSC ഇവിടെ തൊഴിൽ വാർത്ത പറഞ്ഞേക്കുന്നത് ലോക ചരിത്രത്തിലെ ചോദ്യമൊന്നുമില്ല. ലോക ചരിത്രത്തിലെ ചോദ്യം ഇവിടെ ആവർത്തിക്കേണ്ടയോ ചോദിക്കേണ്ടയോ കാര്യമില്ല, കാരണം ലോക ചരിത്രം പ്രിലിംസിൻ്റെ സിലബസിലില്ല. അപ്പോൾ ഇവരുടെ വിലയിരുത്തലിൽ ഉള്ള മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഭൂമിശാസ്ത്രത്തിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. സിലബസ് പ്രകാരം വരേണ്ട 5 ചോദ്യങ്ങൾക്ക് പകരം 12 ചോദ്യങ്ങൾ. പിന്നെ വിവിധ ഭാഗത്ത് നിന്ന് പരീക്ഷയിൽ വന്ന 35 ചോദ്യങ്ങൾ ലളിതമായിരുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ മുൻവർഷ ചോദ്യങ്ങളാണ്. ടോട്ടൽ 35 എണ്ണം മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പാസ് മാർക്കിനുള്ള മുൻവർഷ ചോദ്യങ്ങൾ. 100-ൽ 35 പാസ് മാർക്ക്. അത് നമ്മുടെ പരീക്ഷയിലെ പാസ് മാർക്കല്ല ഞാൻ പറഞ്ഞത്, ആവറേജ് പരീക്ഷകളുടെ പാസ് മാർക്ക്. ആവർത്തന സ്വഭാവം, ഒരു 100 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 3 ചോദ്യങ്ങൾ 2 തവണ ചോദിച്ചു. ഒരേപോലെ അല്ലെങ്കിലും ഏകദേശം ഒരേ സ്വഭാവത്തിൽ ബ്രിക്സ് ഉച്ചകോടി 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുണ്ടറ വിളംബരം 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. കുറിച്യർ ലഹളയെക്കുറിച്ചും 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ രീതിയിൽ 6 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. പിന്നെ ഏറ്റവും പ്രത്യേകത, സ്കൂൾ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ അതേ വാചകങ്ങൾ ചോദ്യങ്ങളായി വന്നത് നമുക്ക് അനുഭവപ്പെട്ടു. താരതമ്യേന കടുപ്പം തോന്നിച്ച ചോദ്യങ്ങളൊക്കെ പാഠപുസ്തകത്തിൽ നിന്നുള്ളതായിരുന്നു. ഉദാഹരണം, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകത്തിലെയാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആര്? അതും SCERT ചോദ്യമാണ്. പിന്നെ കുറച്ച് വേറിട്ട ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ പരീക്ഷ കടന്നുപോയത്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ശരിയാണ് തൊഴിൽ വാർത്തയുടെ ഒരു നിഗമനം, 60-ന് മുകളിലൊക്കെ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ പരീക്ഷകളും സ്റ്റേറ്റ് വൈഡാണ്, ഡിസ്ട്രിക്റ്റ് വൈഡ് ഒരു പരീക്ഷ പോലുമില്ല. സ്റ്റേറ്റ് വൈഡ് പരീക്ഷകളാണ്, ഒരുപാട് വേക്കൻസികളും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടൊക്കെ തന്നെ കട്ട് ഓഫ് എന്തായാലും 60-ൽ താഴെ വരാൻ യാതൊരു സ്കോപ്പുമില്ല. ഇനി നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വരുന്നവർ ഇതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതേ രീതി ചോദിക്കണമെന്നില്ല, കാരണം 4 പ്രിലിംസും 4 രീതിയിൽ ചോദിക്കുന്നതാണ് PSCയുടെ സ്വഭാവം. ഇതേ ഒരു ലെവൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഈ ഘട്ടക്കാർ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഇതേ ലെവലിലുള്ള ചോദ്യങ്ങൾ 4 ഘട്ടത്തിലും ആവർത്തിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ കരുതുക. അതല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ ഇടയിലൊരു സംഘർഷം, 4 ഘട്ടത്തിന് 4 വ്യത്യസ്ത ചോദ്യങ്ങളെന്ന് പറഞ്ഞ് വീണ്ടും ഒരു സമരം, ഇതൊക്കെ മുന്നോട്ട് പോകുന്നതല്ലാതെ നമ്മുടെ കാര്യത്തിൽ നീക്കുപോക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായി പരീക്ഷ എഴുതാൻ, കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തോട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.